ചെറിയ പ്രായത്തിൽ അച്ഛനോടൊപ്പം കാറിലും സ്കൂട്ടറിലും യാത്ര പോകുന്നത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. പുറത്തു പോകുമ്പോൾ കുറേ നല്ല കാഴ്ചകൾ കാണാം. അച്ഛൻ മിഠായിയോ പലഹാരങ്ങളോ ഒക്കെ വാങ്ങിക്കൊടുക്കും. ആലപ്പുഴ മാന്നാറിൻ്റെ 6ാം ക്ലാസ്സുകാരി ശിവഗംഗയും അവളുടെ കുഞ്ഞനിയത്തി ശിവകീർത്തനയും സ്കൂളിൽ നിന്ന് അച്ഛൻ്റെ ഒപ്പം കാറിലാണ് വീട്ടിലേക്ക് പോകുന്നത്. പതിവ് പോലെ അച്ഛൻ ജ്യൂസും പലഹാരവും വാങ്ങി നൽകി. എന്നാൽ ആ ജ്യൂസിൽ വിഷമാണെന്നറിയാതെ കുട്ടികൾ രണ്ടുപേരും അത് കുടിച്ചു. മക്കൾ മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ട അച്ഛൻ മനോജ് സ്വയം വിഷം കഴിച്ച് ജീവനൊടുക്കി. 11ഉം 7ഉം വയസ്സുള്ള 2 കുരുന്നുകളും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് മനോജിനെ ഈ കടുകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാന്നാർ എരമത്തൂരിലാണ് സംഭവം. കാറിൽ അബോധാവസ്ഥയിൽ മനോജിനെയും കുട്ടികളെയും കണ്ടെത്തുകയായിരുന്നു. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനോജ് മരിച്ചു. 6ാം ക്ലാസ്സുകാരിയായ മൂത്ത കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇളയക്കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മനോജിന് 3 പെൺകുട്ടികളാണുള്ളത്. മാന്നാർ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യയും ഇളയക്കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. വിഷമാണെന്നറിയാതെയാണ് കുട്ടികൾ ജ്യൂസ് കുടിച്ചത്. വൈകിട്ട് 3:30യോടെയാണ് അവരെ വിളിക്കാനായി മനോജ് സ്കൂളിലേക്ക് കാറിൽ പോയത്. ടിപ്പർ ലോറിയിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു നൽകുന്ന ജോലിയായിരുന്നു മനോജ് ചെയ്തു വന്നത്. വാഹനം സ്വന്തമാണ്. ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങളാണോ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും കണ്ട് മുറിവേറ്റ് വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കൽ പോലും സ്നേഹം അനുഭവിക്കാത്തവർ. നമ്മുടെ വീടുകളിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ ഇരകളാകപ്പെടുന്നതും കുട്ടികൾ തന്നെയായിരിക്കും. പെരുമ്പാവൂർ കീഴിലെത്തി 2ാം ക്ലാസ്സുകാരനായ കുരുന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു.